ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മുടെ വ്യാഴാഴ്ച ദിവസങ്ങളിലുള്ള ക്ലാസ്സിൽ ടൈം ടേബിളിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി ബുധനാഴ്ചകളിലായിരിക്കും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നമ്മൾ വ്യാഴാഴ്ചകളിൽ നടത്തിയിരുന്നു നമ്മളുടെ ക്ലാസ്സുകൾ ബുധനാഴ്ച ദിവസങ്ങളിലായിരിക്കും ഇനി എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ നടത്തുക. അപ്പോ നമ്മളെല്ലാ വ്യാഴാഴ്ചയും പി എസ് സിയുടെ LDC ലിസ്റ്റിൽ അല്ലെങ്കിൽ LDCയുടെ സിലബസിലുള്ള ചില പ്രത്യേക വിഷയങ്ങൾ എടുത്തുകൊണ്ട് അവ ഡീറ്റെയിൽ ആയിട്ട് ഒരുവിധം എല്ലാവിധപ്പെട്ട പോയിന്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിച്ചു പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്നത്. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് PSC യുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ടുള്ള ഈ പറയുന്ന സാമ്പത്തിക ആസൂത്രണവും അല്ലെങ്കിൽ ഇന്ത്യൻ പ്ലാനിങ്ങും പഞ്ചവത്സര പദ്ധതികളും എന്ന് പറയുന്ന വിഷയമാണ് നമ്മൾ ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. അപ്പോ നമ്മള് ഇന്ന് അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പൂർണ്ണമായിട്ടും പഠിച്ചു തീർത്തു. അപ്പൊ ഇന്ന് നമ്മൾ പുതിയ ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആ പുതിയ ഒരു വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ട് എന്ന് കരുതുന്നു. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, അതിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഇറങ്ങിയ അല്ലെങ്കിൽ 2019 പാസാക്കപ്പെട്ട ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഇത്തരം ഒരു ക്ലാസ്സിൽ എന്തിനെ കുറിച്ച് പഠിച്ചിരുന്നു? നമ്മൾ വിവരാവകാശ നിയമത്തെ കുറിച്ച് പഠിച്ചിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ കുറിച്ചാണ്. PSC യുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഇത് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ക്ലാസ്സുകളിൽ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ട് പോകുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ശ്രമിക്കും. അപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എന്നാണ് ആ നിയമത്തിന്റെ പേര്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2019 ആദ്യമായിട്ട് ഇന്ത്യയിൽ എന്തുണ്ടാകുന്നത്, ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉണ്ടാകുന്നത്. അത് 2019 അല്ല, മറിച്ച് ഇതിനു മുമ്പും വർഷങ്ങൾക്ക് മുമ്പ് 2019 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. ആദ്യമായി ഇന്ത്യ മഹാരാജ്യം അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്ന നിയമം പാസാക്കുന്നത് 1986 ആദ്യമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസാക്കുന്ന വർഷം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് എന്തെന്ന് പറയുന്നത് 1986 എന്നുള്ളത്. അപ്പോ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ളത് നമുക്കൊരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. അതായത് ഒരു മിനിറ്റ്, ഉപഭോക്താവ് അഥവാ കൺസ്യൂമർ എന്നുള്ളതിന്റെ മലയാളീകരണമാണ് ഉപഭോക്താവ്. അതായത് ഒരു സാധനം വാങ്ങുന്ന വ്യക്തിക്ക് അവന്റെ അവകാശങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അവന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഇത് ലോകത്ത് ഒരുവിധപ്പെട്ട എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. എല്ലാ രാജ്യങ്ങളും കൺസ്യൂമറിനെ അല്ലെങ്കിൽ ഉപഭോക്താവിനെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ നല്ല രീതിയിൽ പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നുള്ള നിലക്ക് ഇന്ത്യ മഹാരാജ്യവും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ ഉപഭോക്താവിനെ എന്ത് ചെയ്യുന്നുണ്ട്, അവന്റെ അവകാശങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് 1986 തന്നെ ഇന്ത്യയിൽ എന്തുണ്ടായി, ഒരു
ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉണ്ടായി. മാത്രമല്ല ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ 2 ദിനങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തേത് എന്താണ്? അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനം എന്നറിയപ്പെടുന്നത് എന്താണ്? അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനം എന്നറിയപ്പെടുന്നത് മാർച്ച് 15 ഡിസംബർ 24 അല്ല. ചോദ്യം ശ്രദ്ധിക്കുക. ഇന്റർനാഷണൽ കൺസ്യൂമേഴ്സ് ഡേ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചോദ്യത്തിൽ വരുന്നത്. മാർച്ച് 15 ഇന്റർനാഷണൽ കൺസ്യൂമർ ഡേ എന്ന് പറയുന്നത്. മാർച്ച് 15 ഇന്റർനാഷണൽ, അന്തർദേശീയ. അത് വ്യക്തമായിട്ട് അത് മാറിപ്പോകരുത്. പല കാര്യങ്ങളിലും എന്തുണ്ട്? അതായത് അന്തർദേശീയ ദിനങ്ങളുണ്ട്, ദേശീയ ദിനങ്ങളുണ്ട്. എന്താണ്? ഒരു കാര്യത്തിന് തന്നെ എന്താണ്? അന്തർദേശീയ ദിനവും ഉണ്ടാവും, ദേശീയ ദിനവും ഉണ്ടാവും. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? മാറിപ്പോകാനായിട്ട് പാടില്ല. അത് വളരെ വ്യക്തമായിട്ട് പഠിക്കണം. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത്. ലോകത്താകമാനം കൺസ്യൂമേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് മാർച്ച് 15 അത് ഇന്ത്യയിൽ ആചരിക്കുന്നത്, അതായത് ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്. അത് മാർച്ച് 15 മാർച്ച് 15 അല്ല, ഡിസംബർ 24 ഇന്റർനാഷണൽ കൺസ്യൂമേഴ്സ് ഡേ എന്ന് പറയുന്നത് മാർച്ച് 15, നാഷണൽ കൺസ്യൂമേഴ്സ് ഡേ എന്ന് പറയുന്നത് ഡിസംബർ 24. അത് അങ്ങനെ തന്നെ വളരെ വ്യക്തമായി മാറിപ്പോകാതെ പഠിക്കണം. ഇനി ഈ കൺസ്യൂമേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് ഈ ഉപഭോക്താവിനെ കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾ മിക്ക സ്ഥാപനങ്ങളിലും ചില സ്ഥാപനങ്ങളിലൊക്കെ കയറി ചെല്ലുമ്പോൾ ആ സ്ഥാപനത്തിൽ എന്താണ്? ഒരു കോട്ടിങ് എഴുതി വെച്ചിട്ടുണ്ടാവും. അത്തരത്തിൽ കസ്റ്റമേഴ്സിനെ പ്രൈസ് ചെയ്തുകൊണ്ട് എഴുതി വെച്ചിട്ടുള്ള കോട്ടുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ട് ഇങ്ങനെയാണ്. നിങ്ങൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ സ്ഥാപനം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് ഉപഭോക്താവാണ്. എന്താണ്? നമ്മളുടെ സ്ഥാപനം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് ആരാണ്? ഉപഭോക്താവാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും സേവനം നൽകുന്നതിലൂടെ അദ്ദേഹത്തോട് എന്താണ്? നമ്മളൊരു ഔദാര്യം കാണിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് സേവനം ചെയ്യാൻ ഒരു അവസരം തരുന്നതിലൂടെ അദ്ദേഹമാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്? ഔദാര്യം കാണിക്കുന്നത്. ഇങ്ങനെ ഒരു കോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ അടിയിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു വലിയൊരു കോട്ട് തന്നെയാണത്. മിക്ക ഗവൺമെന്റ് സ്ഥാപനങ്ങളിലുമാണ് ഇത്തരത്തിലുള്ള ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട നേതാവിന്റെ കോട്ടാണ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് ആരാണ് അങ്ങനെ പറഞ്ഞത്? അതെ, വെരി ഗുഡ്. മഹാത്മാഗാന്ധിജിയുടെ കോട്ടാണത്. എന്താണ്? മഹാത്മാഗാന്ധിജിയുടെ കോട്ടാണ്. എന്തെന്നുള്ളത്? നമ്മളുടെ സ്ഥാപനം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആള് എന്നാണ് എന്തെന്ന് പറയുന്നത്? ഉപഭോക്താവ്. അദ്ദേഹത്തിന് എന്തെങ്കിലും സേവനം നൽകുന്നതിലൂടെ അദ്ദേഹത്തോട് നമ്മൾ ഔദാര്യം കാണിക്കുകയല്ല, മറിച്ച് ആ സേവനം ചെയ്യാൻ ഒരു അവസരം നൽകുന്നതിലൂടെ കസ്റ്റമർ അല്ലെങ്കിൽ ഉപഭോക്താവ് എന്ത് ചെയ്യുകയാണ്? നമ്മളോട് ഔദാര്യം കാണിക്കുകയാണ്. ഈ കോട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. ഇത് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ആരാണ്? മഹാത്മാഗാന്ധിയുടെ കോട്ടാണ്. എപ്പോഴൊക്കെയോ ഒരു തവണ ഇത് പരീക്ഷയ്ക്ക് എന്തൊക്കെയോ ഞാൻ ഒരു തവണ ഇത് എന്താണ് ഒരു പരീക്ഷയ്ക്ക് ഈ കോട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? പ്രതിപാദിച്ചു പോകുന്നത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഉപഭോക്തൃ ഒരു നിയമമാണെങ്കിൽ അത് എന്തുണ്ടാകും? അത് പാസ്സാക്കപ്പെട്ട ഒരു വർഷം ഉണ്ടാകും, അത് നിലവിൽ വന്ന ഒരു വർഷവും നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം, ഒരു നിയമം എങ്ങനെയാണ് പാസ്സാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്താണ്? ഒന്നില്ലെങ്കിൽ ലോകസഭയിലും രാജ്യസഭയിലോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവതരിപ്പിക്കും. അതിനുശേഷം എന്ത് ചെയ്യും? ആദ്യം ഒരു സഭ പാസ്സാക്കും, അതിനുശേഷം മറ്റു സഭയുടെ എന്താണ് അംഗീകാരത്തിന് വിടും. അങ്ങനെ രണ്ടാമത്തെ സഭയും അത് പാസ്സാക്കുന്നതോടുകൂടി അത് നിയമമായി മാറുകയാണ് ചെയ്യുന്നത്. എന്നുള്ള എന്റെ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? അല്ല, തെറ്റാണ്. എന്തുകൊണ്ടാണ്? രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോഴാണ് അത് നിയമമാകുന്നത്. പാർലമെന്റ് പാസ്സാക്കണം. പാർലമെന്റ് പാസ്സാക്കിയാൽ മാത്രം ആ ബില്ല് നിയമമായി മാറില്ല, മറിച്ച് എന്തുകൂടി വേണം? അത് ഇന്ത്യയുടെ രാഷ്ട്രപതി അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ഒപ്പുവെക്കുമ്പോൾ അത് നിയമമായി മാറും. അപ്പോ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യയിൽ ഒരു നിയമമായി മാറിയത്
അല്ലെങ്കിൽ എന്താണ് ഈ നിയമം ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയത് 2010 ഓഗസ്റ്റ് 9 എന്നാണ്. 2019 ഓഗസ്റ്റ് 9. അത് നോക്കുക, 19 അവസാനം 9 ഓഗസ്റ്റ് 9. 2019 ഓഗസ്റ്റ് 9 ഉപഭോക്തൃ നിയമം ഇന്ത്യയിൽ പാസാക്കിയത്. ഇത് പാസാക്കിയ സമയത്ത് തന്നെ ഇത് നിലവിൽ വന്നിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിന്റെ ഉത്തരം. ഇത് പാസാക്കുമ്പോൾ തന്നെ അത് എന്തായില്ല, നിലവിൽ വരില്ല. ഇത് നിലവിൽ വന്നത് മറിച്ച് 1 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് 2010 2020 ജൂലൈ 20 എന്താണ് 2020 ജൂലൈ 20 നോക്കുക, 20 19ന്റെ 9 നോക്കുക. ഉപഭോക്തൃ നിയമം പാസാക്കിയ വർഷം ഏതാണ്, അല്ലെങ്കിൽ എന്താണ് ഉപഭോക്തൃ നിയമം പാസാക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ 2019 ഓഗസ്റ്റ് 9 നിലവിൽ വന്നത് 2020 ജൂലൈ 20 അപ്പോ നമ്മൾ പറഞ്ഞു ഇന്ത്യ ഗവൺമെന്റ് ആദ്യമായിട്ടല്ല ഇതിനു മുമ്പും ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നു, ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ അത് എന്നാണ് 1986 ആ നിയമം ഉണ്ടായത്. പക്ഷേ എന്താണ് പിന്നീട് 2019 മറ്റൊരു നിയമം നമുക്ക് എന്തുകൊണ്ട് നിർമ്മിക്കേണ്ടി വന്നു? അതായത് നമുക്ക് കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള ചില മാറ്റങ്ങൾ ആ പറയുന്ന ഉപഭോക്തൃ നിയമത്തിൽ എന്താണ് ആവശ്യമാണെന്ന് ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഇവർ എന്ത് ചെയ്തത്, 86 ഉപഭോക്തൃ നിയമത്തിന് പകരമായിട്ട് 2019 പുതിയൊരു നിയമം നിർമ്മിക്കുന്നത്. പുതിയ ഒരു നിയമം നിർമ്മിച്ചു എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ടത് 1986 ഒരു നിയമത്തെ നമ്മൾ മുഴുവനായിട്ട് നീക്കം ചെയ്തിട്ട് 2019 പുതിയ ഒരു നിയമം നിർമ്മിക്കുകയല്ല ചെയ്തത്. മറിച്ച് എന്താണ്, അന്ന് 86 ഉണ്ടായിരുന്ന പല കാര്യങ്ങളും അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഈ 2019 നിയമത്തിലും ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള എന്താണ് പുതിയ മാറ്റങ്ങളും 2019 നിയമത്തിൽ ഉണ്ടായി. 2019 നിയമം വരുന്നതോടുകൂടി 86 നിയമം എന്ന് പറയുന്നത് എന്ത് ചെയ്യപ്പെട്ടു, കാലഹരണപ്പെട്ടു പോയി. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്താണ്, ഭേദഗതി ചെയ്യുകയല്ല, നിയമം ഭേദഗതി ചെയ്യുകയല്ല ഇവിടെ ചെയ്തത്. മറിച്ച് 86 നിയമത്തെ ക്യാൻസൽ ചെയ്തുകൊണ്ട് 2019 പുതിയൊരു നിയമം നിർമ്മിക്കുകയാണ്. പക്ഷെ 86 നിയമത്തെ ക്യാൻസൽ ചെയ്തുകൊണ്ട് 2019 ഒരു പുതിയ നിയമം നിർമ്മിച്ചാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 86 നിയമത്തിലുണ്ടായ പല കാര്യങ്ങളും എവിടെയുണ്ട്, 2019 നിയമത്തിലുമുണ്ട്. കൂടുതലായിട്ട് കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് എന്താണ് പല കാര്യങ്ങളും എവിടെയുണ്ട്, ഈ പറയുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഉണ്ട്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ആദ്യമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് 86 ഈ നിയമം പാസ്സാക്കുന്നത്. അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനം മാർച്ച് 15, ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24. ഉപഭോക്തൃ നിയമം പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 9, നിലവിൽ വന്നത് 2020 ജൂലൈ 20 കൂടാതെ നമ്മൾ മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ട് കൂടി പഠിച്ചു, അതുകൂടി ഒന്ന് പറയാം. അതായത് നമ്മുടെ സ്ഥാപനം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഉപഭോക്താവ്. അദ്ദേഹത്തിന് ഒരു സേവനം നൽകുന്നതിലൂടെ എന്താണ്, നമ്മൾ അദ്ദേഹത്തിന് അവിടെ ഔദാര്യം കാണിക്കുകയല്ല, മറിച്ച് ഒരു സേവനം ചെയ്യാൻ അവസരം നമുക്കൊരുക്കുന്നതിലൂടെ അദ്ദേഹം നമ്മളോടാണ് ഔദാര്യം കാണിക്കുന്നത്. ഇത് പറഞ്ഞത് ആരാണ്, ഇത് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. കസ്റ്റമർ ഈസ് എ കിങ്. കസ്റ്റമർ എന്ന് പറയുന്നത് ആരാണ്, കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് അതിന്റെ രാജാവാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളൊരു സാധനം വാങ്ങാൻ ഒരു കടയിൽ ചെന്നാൽ നിങ്ങളോട് ആ കടക്കാരൻ വളരെ മാന്യമായിട്ട് പെരുമാറിയാൽ നിങ്ങൾ വീണ്ടും അവിടെ പോകും. സ്വാഭാവികമായിട്ടുള്ള സൈക്കോളജിയാണ്. നിങ്ങൾക്ക് ട്രീറ്റ്മെന്റിൽ എന്താണ് ഒരു മോശം അനുഭവം കടക്കാരന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ പോകില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും, അത് മുടക്കുകയും ചെയ്യും. എപ്പോഴും കസ്റ്റമർ ഈസ് എ കിങ്. കസ്റ്റമറുടെ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യപ്പെടും, കസ്റ്റമറുടെ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ ആ ബിസിനസ് സംരംഭം വിജയത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഇതിന്റെ പോളിസി. കസ്റ്റമറുടെ പ്രശ്നങ്ങൾ എന്താണ് ഒരു ബിസിനസ് സ്ഥാപനത്തിന് മനസ്സിലാക്കാൻ കഴിയുകയും
ആ പ്രശ്നങ്ങൾക്ക് ആ ബിസിനസ് സ്ഥാപനം എന്താണ് നല്ല രീതിയിലുള്ള പരിഹാരം ഉണ്ടാക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? ആ ബിസിനസ് സ്ഥാപനം എന്നുള്ളത് വളരെ എന്താണ് വളരെ വലിയ ഉയർച്ചയിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോ നമ്മൾ പറഞ്ഞു എന്താണ് ഈ പറയുന്നത് 86 നിയമം നമ്മൾ പൂർണ്ണമായിട്ട് എന്താണ് അതിലുള്ള പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കി കളഞ്ഞില്ല. പുതിയതായിട്ട് കുറെ കാര്യങ്ങൾ എന്താണ് അതും പുതിയതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്താണ് 2019 നിയമം ഉണ്ടാക്കിയത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ഈ 2019 നിയമത്തിൽ പുതുതായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇ കൊമേഴ്സ്. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ജീവിതത്തിൽ ചെയ്യുന്നതാണ്. നമ്മളിൽ പലരും, ഇപ്പൊ ഉദാഹരണം എന്നെ പറയുകയാണെങ്കിൽ, ഞാൻ കൂടുതൽ പർച്ചേസ് നടത്തുക ഓൺലൈൻ വഴിയാണ്. ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള എന്താണ് ഓൺലൈൻ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? കൂടുതലായിട്ട് പർച്ചേസ് നടത്തുന്നത്, സാധനങ്ങൾ വാങ്ങുന്നത് ഇത്തരത്തിലുള്ള ഓൺലൈൻ പർച്ചേസിലൂടെയാണ്. അപ്പോ ഈ 86 എന്ന് പറയുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ എന്താണ് ഈ പറയുന്ന യാതൊരുവിധ ആധുനിക സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് 86. പക്ഷെ 2019 ആയപ്പോഴേക്കും നമ്മൾ എന്താണ് ഈ സാമൂഹിക മാധ്യമ രംഗത്തും മറ്റുള്ള കാര്യങ്ങളിലുമെല്ലാം വളരെ വലിയ കുതിച്ചുചാട്ടം നമ്മൾ 2019 ഉണ്ടാക്കി. ഇ കൊമേഴ്സ് 86 ഇന്ത്യക്കാരൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല ഓൺലൈനിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. നമുക്ക് ഒരു കയ്യിലുള്ള സാധനം ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും, വിൽക്കാൻ പറ്റുമെന്നൊന്നും ആ 86 ചിലപ്പോൾ ചിന്തിച്ചിട്ട് പോലും ഇന്ത്യയിൽ ആരും ഉണ്ടാകില്ല. പക്ഷെ 2019 ആയപ്പോൾ എന്ത് സംഭവിച്ചു? അതെല്ലാം ഇന്ത്യയിൽ പ്രാവർത്തികമായി. അപ്പൊ സ്വാഭാവികമായിട്ടും 86 നിയമത്തിൽ പറയാത്ത ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് എവിടെ പറഞ്ഞു? 2019 നിയമത്തിൽ പറഞ്ഞു. അപ്പോ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് ഓൺലൈനായിട്ട് പരാതി സമർപ്പിക്കാം. എന്താണ്? ഓൺലൈനായിട്ട് പരാതി സമർപ്പിക്കാം എന്ന് പറഞ്ഞാൽ എന്താണ്? 86 നിയമത്തിൽ എന്തുണ്ടായിരുന്നില്ല? അന്ന് ഓൺലൈൻ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്താണ്? നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ എന്താണ്? നേരിട്ട് പോയി സമർപ്പിക്കേണ്ടിയിരുന്നു. അത് മാറി. ഇപ്പൊ നമുക്ക് എന്താണ്? നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മളുടെ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ഓൺലൈനായിട്ട് പരാതി സമർപ്പിക്കാം. ഈ കാര്യങ്ങളൊക്കെ വെറുതെ വായിച്ചു പോയാൽ മതി. ഇത് എന്തുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്ക് പരീക്ഷകളിൽ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. അപ്പോ ഇത് എന്ത് ചെയ്യണം? ഇത് കാണാതെ പഠിക്കുകയല്ല, ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കേണ്ട ആവശ്യകത ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഇതിങ്ങനെ വെറുതെ വായിച്ചു പോയാൽ മതി. പുതിയ വ്യവസ്ഥകൾ ഇ കൊമേഴ്സ് കൂട്ടിച്ചേർത്ത് ഓൺലൈൻ പരാതി സമർപ്പിച്ചു, വീഡിയോ കോൺഫറൻസിംഗ് ഹിയറിംഗ് വെച്ചു, താമസിക്കുന്ന സ്ഥലത്ത് തന്നെ പരാതി നൽകാം എന്ന് വായിച്ചു പോയാൽ മതി. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അത് പഠിക്കില്ല. നിങ്ങൾക്കിത് തലയിലേക്ക് കയറണം, എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോ ഒന്നാമത്തെ കാര്യം ഇ കൊമേഴ്സും, രണ്ടാമത്തെ കാര്യം ഓൺലൈനായിട്ട് പരാതി സമർപ്പിക്കാം എന്നുള്ളതാണ്. മൂന്നാമത്തേത് വീഡിയോ കോൺഫറൻസിങ് വഴി എന്താണ് ഹിയറിംഗ് നടക്കും. അതായത് ഒരു പരാതിക്കാരൻ ഉണ്ടാകും, എന്താണ് വാദിയും ഉണ്ടാവും, പ്രതിയും ഉണ്ടാവും. എല്ലാ കാര്യങ്ങളിലെ പോലെ, അതായത് ഒരു ഉപഭോക്താവ് ഉണ്ടാവുന്ന പോലെ അദ്ദേഹത്തിന് എന്തുണ്ടാവും? സാധനം വിറ്റ ആളും ഉണ്ടാവും. വാദി എന്നുള്ളത് ഉപഭോക്താവാണെങ്കിൽ പ്രതി എന്നുള്ളത് വിറ്റ ആളായിരിക്കും. അപ്പൊ എന്താണ്? സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഇവര് പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട്, ഇപ്പോ പ്രൊഡക്റ്റ് വിറ്റത് തിരുവനന്തപുരത്തായിരിക്കും. തിരുവനന്തപുരത്തായിരിക്കും ഇതിന്റെ പ്രൊഡക്ഷനൊക്കെ നടക്കുന്നത്. ഞാനിത് എറണാകുളത്ത് നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റ് ആണ്. അപ്പോ കേസ് നടക്കുമ്പോൾ എനിക്ക് എന്താണ്? എനിക്ക് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ആ കോടതി തിരുവനന്തപുരത്താണെങ്കിൽ എനിക്ക് എന്താണ്? ഞങ്ങൾക്ക് രണ്ടുപേർക്കും സഞ്ചരിച്ച് ചെല്ലുക എന്നുള്ളത് എന്താണ്? ദുരിതപൂർണമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഇതിന്റെ ഹിയറിംഗ് എന്ന് പറയുന്നത് എവിടെ വെച്ച് നടത്താൻ പറ്റും? നമുക്ക് ഓൺലൈൻ വഴി ചെയ്യുവാനായിട്ട് കഴിയും. എനിക്ക് എന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഹാജരാകാം, എന്റെ ഭാഗങ്ങൾ പറയാം. അതുപോലെ തന്നെ എനിക്ക് പ്രൊഡക്റ്റ് വിറ്റ ആൾക്ക് അയാളുടെ സ്ഥലത്തിരുന്നു കൊണ്ട് എന്ത് ചെയ്യാം? ഈ പറയുന്ന പ്രക്രിയയിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹിയറിംഗിൽ എന്ത് ചെയ്യാം? പങ്കെടുക്കാം എന്നുള്ളതാണ്. ഇനി അടുത്തത് താമസിക്കുന്ന സ്ഥലത്ത് തന്നെ പരാതി നൽകാം. എന്താണ്? താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ, അതായത് ഞാൻ കേരളത്തിൽ എറണാകുളത്ത് വടക്കൻ പറവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങി. പക്ഷെ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്
എവിടെയാണ്? ബോംബെയിലാണ് എന്ന് കരുതുക. ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് എവിടെയാണ്? ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് ബോംബെയിലാണ്. പണ്ട്, അതായത് 86-ലെ നിയമത്തിലെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ആസ് എ കൺസ്യൂമർ എനിക്കൊരു പരാതി ഉണ്ടെങ്കിൽ ഞാൻ എവിടെ പോണം? ഞാൻ ബോംബെയിൽ പോണമായിരുന്നു. എവിടെ പോണമായിരുന്നു? ഈ പ്രൊഡക്റ്റ് എവിടെയാണ് നിർമ്മിക്കുന്നത് അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? കൺസ്യൂമർ കോർട്ടിൽ കേസ് നടത്തണമായിരുന്നു. എന്നാൽ 2019-ലെ നിയമം വന്നപ്പോൾ അതിൽ എന്ത് സംഭവിച്ചു? അതിൽ മാറ്റം കൊണ്ടുവന്നു. നമുക്ക് താമസിക്കുന്ന സ്ഥലത്ത് തന്നെ എന്ത് നൽകാൻ പറ്റും? പരാതി നൽകുവാനായിട്ട് സാധിക്കും. എന്താണ്? താമസിക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് പരാതി നൽകുവാനായിട്ട് സാധിക്കും. മാത്രമല്ല വേഗത്തിൽ എന്താണ്? തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും. എന്താണ്? വേഗത്തിൽ തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും. നിങ്ങൾക്കറിയാം, കോടതി വ്യവഹാരങ്ങൾ എന്ന് പറയുന്നത് വളരെ എന്താണ്? താമസം ഉള്ള കാര്യങ്ങളാണ്. അതായത് നീതി വൈകുക എന്ന് പറയുന്നത് എന്താണ്? നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയും. എന്താണ്? ജസ്റ്റിസ് ഡിലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റിസ് ഡിനൈ എന്നാണ് പറയുന്നത്. അതായത് നീതി വൈകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്നാണ്? നീതി നിഷേധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? വേഗത്തിൽ തർക്ക പരിഹാരം ഉണ്ടാക്കും ഇത്തരം വിഷയങ്ങളിൽ. അതിനു വേണ്ടിയിട്ട് എന്തുണ്ടാകും? ഒരു മധ്യസ്ഥത ഉണ്ടാകും. മീഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? മീഡിയേഷൻ, മധ്യസ്ഥത. ഈ മീഡിയേഷൻ എന്ന് പറയുന്നത് ഒരു അധ്യായമായിട്ട് തന്നെ എന്തിലുണ്ട്? ഈ നിയമത്തിൽ ഉണ്ട്. അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിയമത്തിൽ ഒരു അധ്യായം തന്നെയാണ് എന്തെന്ന് പറയുന്നത് മധ്യസ്ഥത, മീഡിയേഷൻ. അതായത് കോർട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് എന്താണ്? രണ്ട് കൂട്ടർക്കും എന്താണ്? ഫെയർ ആയിട്ടുള്ള രീതിയിൽ എന്താണ്? ആരോടും ഒരു അനുകൂല നിലപാടുകൾ എടുക്കാതെ വളരെ കൃത്യമായിട്ട് മീഡിയേഷൻ സംവിധാനം വഴി പരിഹരിക്കുവാൻ, അതായത് കോർട്ടിലേക്ക് എത്തി പരിഹരിക്കുന്നതിന് മുമ്പ് അതിന് പുറത്തു വെച്ച് എന്താണ്? ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കുവാനായിട്ട് എന്ത് ചെയ്യും? ശ്രമം ഉണ്ടാവും. അതിനെയാണ് എന്തെന്ന് പറയുക? മീഡിയേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒരു ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഉണ്ടാകും. വ്യക്തമായിട്ട് പറഞ്ഞാൽ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാകും. അതായത് ഈ 86-ൽ ഈ പറയുന്ന 2019-ലെ നിയമം 3 സ്ഥാപനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് എന്താ? ഈ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ്. രണ്ടാമത്തേത് ഉപഭോക്തൃ സമിതികളാണ്. മൂന്നാമത്തേത് ഉപഭോക്തൃ കമ്മീഷനുകളാണ്. ഇങ്ങനെ 3 സംവിധാനങ്ങളെ കുറിച്ച് എവിടെ പറയുന്നുണ്ട്? 2019-ലെ നിയമത്തിൽ പറയുന്നുണ്ട്. അതിൽ ഈ പറയുന്ന ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി, അതായത് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്ന് പറയുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? 2019-ലെ നിയമത്തിൽ മാത്രമേ ഉള്ളൂ. 86-ലെ നിയമത്തിൽ എന്തൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഉപഭോക്തൃ സമിതികൾ ഉണ്ടായിരുന്നു, ഉപഭോക്തൃ എന്താണ്? കമ്മീഷനുകൾ ഉണ്ടായിരുന്നു. ഇത് രണ്ടും മാത്രമേ 86-ലെ നിയമത്തിൽ ഉണ്ടായുള്ളൂ. പക്ഷെ 2019-ൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്ന് പറയുന്ന മറ്റൊരു സമിതി കൂടി എന്തിൽ ഉൾപ്പെടുത്തി? നിയമത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തി. ഇതൊക്കെ എന്താണ്? ഇതിന്റെ ചുമതലകൾ എന്താണ് എന്നൊക്കെ നമ്മൾ പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഈ കാര്യം മാത്രം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇനി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ എന്താണ്? കർശന നടപടി സ്വീകരിക്കും. എന്താണ്? തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരായിട്ട് കർശന നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്യങ്ങൾ വഴി നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ കൊടുത്താൽ ആ പരസ്യം കൊടുക്കുന്ന സ്ഥാപനത്തിനെതിരെ, പിന്നെ എന്താണ്, അതിൽ അഭിനയിച്ചിരിക്കുന്ന വ്യക്തിക്കെതിരെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ടാണ് പല പരസ്യങ്ങളും എഴുതി കാണിക്കുമ്പോൾ അതിന്റെ അടിയിൽ എന്തെന്ന് എഴുതി കാണിക്കും? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? പല പരസ്യങ്ങൾക്കടിയിൽ ഒരു വാചകം എഴുതി ചേർക്കാറുണ്ട്. സർഗാത്മകമായിട്ടുള്ള അവതരണം എന്ന് പറഞ്ഞുകൊണ്ട് ചേർക്കും. പരസ്യമൊന്നും കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കാറില്ലല്ലേ? ഓക്കെ, അപ്പൊ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ എന്താണ് 2019-ലെ എന്താണ് നിയമത്തിൽ എന്താണ്? കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് കൂട്ടിച്ചേർത്തു. ഏറ്റവും അവസാനത്തേത് ഉൽപ്പന്ന ബാധ്യത അഥവാ പ്രൊഡക്റ്റ് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരു ടേം കൂടി എവിടെ കൂട്ടിച്ചേർത്തു? 2019-ലെ നിയമത്തിൽ കൂട്ടിച്ചേർത്തു.
എന്താണ് പ്രൊഡക്റ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്? പ്രൊഡക്റ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് അത് നിങ്ങൾ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട് എങ്കിൽ അതിലുണ്ടാകുന്ന എല്ലാ ബാധ്യതകളും എന്താണ് വഹിക്കുവാൻ, അതിനുണ്ടാകുന്ന എല്ലാ ബാധ്യതകളും, എല്ലാ പ്രശ്നങ്ങളും വഹിക്കുവാനുള്ള ഉത്തരവാദിത്തം കൂടി അത് ഇറക്കുന്ന വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഡക്റ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എവിടെ കൂട്ടിയത്? 2019 നിയമത്തിൽ പുതുതായിട്ട് നമ്മൾ എന്ത് ചെയ്തത്? കൂട്ടി ചേർത്തത്. ഇനി നോക്കുക, അധ്യായങ്ങളുടെ എണ്ണം. അധ്യായങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 8 വകുപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് 107. അധ്യായം, അതായത് ഈ പറയുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 8 അധ്യായങ്ങളും 107 വകുപ്പുകൾ അഥവാ സെക്ഷൻസുമാണ് ഉള്ളത്. ഇത് നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഈ 8ഉം 107 സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. നിങ്ങൾ ഒരു 10 നിയമം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും? നിങ്ങൾക്കിത് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഈ എത്ര അധ്യായമുണ്ട്, എത്ര സെക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പഠിച്ചു പോണം. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ചോദ്യം, നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച വിവരാവകാശ നിയമത്തിൽ എത്ര അധ്യായങ്ങളും എത്ര സെക്ഷനുകളും ഉണ്ട്? പെട്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. 6 അധ്യായം 31 സെഷൻ. വേറെ ആരും കമന്റ് ചെയ്തില്ലേ? 6 അധ്യായങ്ങളും 31 സെഷനുമാണെന്നാണ് ഷിജിൻ പറയുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലും അതിൽ എതിരഭിപ്രായമുണ്ടോ? ഇല്ല, 6 അധ്യായം എന്ന് തന്നെ ധന്യ പറയുന്നു. സെഷൻ എത്രയാണ്? 30 സെഷനാണോ? രാജേ, നമ്മളത് പ്രത്യേകമായിട്ട് ഞാൻ അന്ന് ക്ലാസ്സിൽ എടുത്തു പറഞ്ഞതാണ്. 30 സെഷൻ അല്ല, നമുക്ക് 31 സെഷൻ ഉണ്ട്. 31ാമത്തെ സെഷൻ എന്താണ്? 31ാമത്തെ സെഷനെ കുറിച്ചൊക്കെ നമ്മൾ അന്നത്തെ ക്ലാസ്സുകളിൽ റിപ്പീൽ ചെയ്യുകയാണ്. അതായത് 2002 ഉണ്ടായിരുന്ന ആക്ടിനെ റിപ്പീൽ ചെയ്യുന്നു, അതായത് നിർത്തലാക്കുന്നു. 31ാമത്തെ സെഷനിൽ അതാണ് പറയുന്നത് എന്നൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞു പോയതാണ്. അപ്പോ അധ്യായങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 8ഉം വകുപ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് 107മാണ്. നമുക്ക് നോക്കാം അധ്യായങ്ങൾ, പ്രധാനപ്പെട്ട അധ്യായങ്ങൾ. അധ്യായം 1 പ്രാരംഭികം അഥവാ പ്രിലിമിനറി. അധ്യായം 2 എന്തിനെ കുറിച്ച് പറയുന്നു? ഉപഭോക്തൃ സംരക്ഷണ സമിതികളെ കുറിച്ച് പറയുന്നു. അധ്യായം 3 കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെ കുറിച്ച് പറയുന്നു. അധ്യായം 4 ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. നമ്മൾ പറഞ്ഞു 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ? ഉപഭോക്തൃ സംരക്ഷണ സമിതി, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി, ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഇതിൽ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി മാത്രമാണ് എന്തുള്ളത്? 2019 പുതുതായിട്ട് കൂട്ടിച്ചേർത്തത്. ഉപഭോക്തൃ സംരക്ഷണ സമിതികളും ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനും നേരത്തെ 86 നിയമത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അധ്യായം 5 മധ്യസ്ഥത, മീഡിയേഷൻ. അധ്യായം 6 ഉൽപ്പന്ന ബാധ്യത, പ്രൊഡക്റ്റ് ലയബിലിറ്റി. അധ്യായം 7 കുറ്റങ്ങളും പിഴവുകളും. അധ്യായം 8 പലവക അഥവാ മിസലേനിയസ് എന്നീ കാര്യങ്ങളെ കുറിച്ചാണ് ഈ അധ്യായങ്ങൾ എന്ത് ചെയ്യുന്നത്? സംസാരിക്കുന്നത്. ഇനി അധ്യായം 1 പ്രധാനപ്പെട്ട നിർവചനങ്ങളാണ്. എന്താണ് എന്നുള്ള കാര്യങ്ങൾ, ഓരോ വേർഡ്സും എന്താണ് എന്നുള്ളതിനെ നിർവചിക്കുകയാണ് അധ്യായം 1 ചെയ്യുന്നത്. നമ്മളപ്പോ അതിൽപ്പെട്ട പ്രധാനപ്പെട്ടിട്ടുള്ള ചില നിർവചനങ്ങൾ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ കൂടുതൽ നിർവചനങ്ങൾ അവിടെ ഉണ്ട്. ചില റാങ്ക് ഫയലുകളിൽ അത് കൂടുതലായിട്ട് തന്നെ ഉണ്ടാകും. അത്തരം കാര്യങ്ങൾ, ഇതിലില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ റാങ്ക് ഫയലുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ച് പഠിക്കണം. നമുക്കെല്ലാം, ഞാൻ എപ്പോഴും പറയും, നമുക്ക് എല്ലാ കാര്യങ്ങളും എവിടെ ഉൾപ്പെടുത്താൻ കഴിയില്ല, ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ റാങ്ക് ഫയൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിക്കുവാനായിട്ട് ശ്രമിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കുവാൻ മടിയാണെങ്കിൽ ഇതെങ്കിലും പഠിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. മടിയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല, അത് മറ്റൊരു കേസാണ്. എങ്കിലും മാക്സിമം പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? നോട്ടിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി ഉപഭോക്താവ് അഥവാ കൺസ്യൂമർ. ഉപഭോക്താവ് അഥവാ കൺസ്യൂമർ അത് ആരാണ് എന്നുള്ളത് നിർവചനമാണ്. ഉപഭോക്താവ് അഥവാ കൺസ്യൂമർ ആരാണ്? നോക്കുക, ഒരു സാധനമോ ഒരു സേവനമോ
പണം കൊടുത്തോ അല്ലെങ്കിൽ പണം കൊടുക്കാമെന്നുള്ള കരാറിന് മുകളിലോ വാങ്ങുന്ന വ്യക്തിയാണ് എന്തെന്ന് പറയുന്നത് ഉപഭോക്താവ് അഥവാ കൺസ്യൂമർ എന്ന് പറയുന്നത്. എന്താണ്? സാധനമോ സേവനമോ പണം കൊടുത്തോ പണം കൊടുക്കാമെന്നുള്ള ഒരു കരാറിന് മുകളിലോ വാങ്ങുന്ന വ്യക്തി അല്ലെങ്കിൽ ആളാണ് ആരെന്ന് പറയുന്നത് ഉപഭോക്താവ് എന്ന് പറയുന്നത്. ആ പോയിന്റ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. സാധനമോ സേവനമോ എങ്ങനെയാണ് വാങ്ങുന്നത്? പണം കൊടുത്തോ അല്ലെങ്കിൽ പണം തരാമെന്നുള്ള ഒരു എഗ്രിമെന്റിന്റെ പുറത്തോ വാങ്ങുന്ന വ്യക്തിയെയാണ് നമ്മൾ ഉപഭോക്താവ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സംശയം, ഒരു വസ്തു നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു, ഒരു സേവനം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു, അവിടെ നിങ്ങൾ കൺസ്യൂമർ ആണോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കുന്ന സേവനങ്ങളൊന്നും തന്നെ അവിടെ നിങ്ങൾ എന്തല്ല, അവിടെ നിങ്ങൾ കൺസ്യൂമർ അല്ല. നിങ്ങൾക്കൊരു സേവനം സൗജന്യമായിട്ട് ലഭിച്ചാൽ നിങ്ങൾ എന്തല്ല, നിങ്ങൾ ഒരു കൺസ്യൂമർ അല്ല. അതായത് സാധനമോ സേവനമോ നിങ്ങൾ പണം കൊടുത്തോ പണം കൊടുക്കാമെന്നുള്ള എഗ്രിമെന്റിന്റെ മുകളിലോ വാങ്ങിച്ചാൽ നിങ്ങൾ എന്താണ്? കൺസ്യൂമർ ആണ്, അല്ലെങ്കിൽ കസ്റ്റമർ ആണ്, ഉപഭോക്താവാണ്. പക്ഷേ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാൽ നിങ്ങൾ എന്തല്ല, നിങ്ങൾ കസ്റ്റമറോ ഇതോ ഒന്നും അല്ല. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നു, അതിന്റെ ഒപ്പം ഒരു ചായ കപ്പ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ കടക്കാരൻ തരുന്നു. നിങ്ങൾ വരുമ്പോൾ ഈ ചായക്കപ്പ് വീട്ടിലെത്തിയപ്പോൾ ഈ ചായക്കപ്പിന് ചെറിയ ഡാമേജ് ഉണ്ട്. നിങ്ങൾക്ക് കൺസ്യൂമർ കോർട്ടിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. അയാൾ എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. കാരണം അത് നിങ്ങൾക്ക് ഫ്രീ തന്ന സാധനമാണ്. അവിടെ ആ നിയമപ്രകാരം നിങ്ങൾ എന്തായിട്ട് കൂടില്ല, നിങ്ങൾ ഒരു കൺസ്യൂമർ ആയിട്ട് അവിടെ എന്ത് ചെയ്യുന്നില്ല, നിയമം കൺസിഡർ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ്, ഒരു കൺസ്യൂമർ ആയിട്ട് നിയമം അവിടെ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ച പ്രൊഡക്റ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോവാം? കൺസ്യൂമർ കോർട്ടിൽ പോകാവുന്നതാണ്. അതാണ് അതിന്റെ വ്യത്യാസം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്കൊരു കടയുണ്ട് എന്ന് കരുതുക. നിങ്ങൾക്ക് ഒരു കടയുണ്ട്, അവിടേക്ക് വിൽക്കുവാനായിട്ട് നിങ്ങൾ ഒരു 1000 നോട്ട് ബുക്ക് ഒരു ഹോൾസെയിൽ കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് വാങ്ങി. എങ്കിൽ ഈ 1000 നോട്ട്ബുക്ക് വാങ്ങിയപ്പോൾ അതിൽ ഒരു 500 എണ്ണം ഡാമേജ് ആയിരുന്നു, അയാൾ അത് മാറ്റി തരുന്നില്ല. ഈ അവസരത്തിൽ നിങ്ങൾക്ക് കൺസ്യൂമർ കോർട്ടിൽ പോകാൻ പറ്റുമോ? നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് കൺസ്യൂമർ കോർട്ടിൽ പോകുവാനായിട്ട് കഴിയില്ല. എന്താണ്? അവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതെന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഭാഗങ്ങളിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് വരും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു തെറ്റായിട്ടുള്ള ധാരണ ഉണ്ടായില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ലേ, അത് നമ്മൾ ഇവിടെ തിരുത്തി പോവുകയാണ്. ഇനി ഇനി നിങ്ങൾക്ക് അത്തരത്തിലുള്ള തെറ്റായ ധാരണകൾ ഉണ്ടാകരുത്. എന്താണ് ഇനി നിങ്ങൾ എന്താണ് ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ വന്നാൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യരുത്, നിങ്ങൾക്ക് അവിടെ ഉത്തരം എഴുതാൻ പറ്റാതെ പോകരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചു പറയുന്നത്. അതായത് നിങ്ങൾ നോക്കുക, ഈ നിയമത്തിന്റെ നിർവചനത്തിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അതായത് പുനർവിൽപ്പനയ്ക്കോ മറിച്ചു വിൽക്കാനോ വാണിജ്യ ആവശ്യങ്ങൾക്കോ നിങ്ങൾ സാധനങ്ങൾ പണം കൊടുത്ത് വാങ്ങിയാലും, അതായത് ഇവൻ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്താൽ കൺസ്യൂമർ കോർട്ടിൽ പോകാൻ പറ്റില്ല. അതിന് മറ്റുള്ള കോടതികളൊക്കെ ഉണ്ടാവും, പറ്റിച്ചതിന് കേസ് കൊടുക്കാം, അതൊക്കെ വേറെ കേസാണ്. നിങ്ങൾക്ക് കൺസ്യൂമർ കോർട്ടിൽ പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഉപഭോക്താവ് എന്നുള്ള നിലക്കുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കില്ല. അതായത് പുനർവിൽപ്പനയ്ക്ക് വേണ്ടി, പിന്നെന്താണ് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരു വസ്തു വാങ്ങിയാൽ നിങ്ങൾ എന്തിന്റെ പരിധിയിൽ വരില്ല, നിങ്ങൾ ഉപഭോക്താവ് എന്ന് പറയുന്നതിന്റെ പരിധിയിൽ എന്ത് ചെയ്യില്ല, വരില്ല. ആ പോയിന്റ് വ്യക്തമാണ്. നിങ്ങൾ കൺസ്യൂമർ അല്ല. നിങ്ങൾ മറിച്ചു വിൽക്കാൻ വാങ്ങിച്ചാൽ, നിങ്ങൾ ഒരു വാണിജ്യ ആവശ്യങ്ങൾക്ക് പ്രൊഡക്ഷന് വേണ്ടി വാങ്ങിച്ചാൽ നിങ്ങൾ എന്തല്ല, നിങ്ങൾ കൺസ്യൂമർ അല്ല. കൺസ്യൂമർ എന്ന് പറയുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായി അവന്റെ ആവശ്യങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യുന്നവനെയാണ് കൺസ്യൂമർ ആയിട്ട് എന്ത് ചെയ്യുന്നത്, നിയമം പരിഗണിക്കുന്നുള്ളൂ. ഇനി പണം, മറ്റൊരു സാധനം,
നമ്മള് സ്വന്തമായിട്ട് വാങ്ങണമെന്ന് നിർബന്ധമില്ല. നമ്മൾ പണം കൊടുത്തോ അല്ലെങ്കിൽ പണം കൊടുക്കാമെന്ന പേരിലോ എന്താണ് ഒരു വസ്തു വാടകക്കെടുത്താലും നമ്മൾ എന്താണ് കൺസ്യൂമർ ആണ്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതായത് നമ്മൾ ഒരു വസ്തു നമ്മളുടെ ഒരു ആവശ്യത്തിന് വാടകയ്ക്ക് എടുക്കുന്നു, പണം കൊടുത്തോ അല്ലെങ്കിൽ പണം കൊടുക്കാമെന്നുള്ള കരാറിന്റെ പേരിലോ. അങ്ങനെ ഒരു വസ്തു വാടകയ്ക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പറ്റിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് എവിടെ പോകാം? നിങ്ങൾക്ക് കൺസ്യൂമർ കോർട്ടിൽ പോകാം. കാരണം എന്താണ്? നിയമപ്രകാരം നിങ്ങൾ എന്താണ്? അവിടെയും നിങ്ങൾ കൺസ്യൂമർ ആണ്. അതായത് പണം കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ സാധനമോ സേവനമോ വാടകയ്ക്ക് എടുക്കുന്ന വ്യക്തിയും എന്താണ്? ഉപഭോക്താവാണ്, കൺസ്യൂമർ ആണ്. വാണിജ്യ ആവശ്യങ്ങൾ എന്നുണ്ട്. വാണിജ്യ ആവശ്യങ്ങൾക്ക് എടുക്കുന്ന എന്താണ് സാധനമോ സേവനമോ നിങ്ങൾ വാടകയ്ക്ക് എടുത്താൽ അവിടെ നിങ്ങൾ എന്താണ്? അവിടെ നിങ്ങൾ ഉപഭോക്താവായിട്ട് പരിഗണിക്കില്ല. നിങ്ങൾ പേഴ്സണൽ യൂസിന് എടുക്കുന്നത് മാത്രമേ എന്തായിട്ട് പരിഗണിക്കുകയുള്ളൂ? ഉപഭോക്താവായിട്ട് പരിഗണിക്കുകയുള്ളൂ. അതും കാശ് കൊടുത്താൽ തന്നെ എടുക്കണം, വാടകയ്ക്കോ സ്വന്തമായിട്ടോ വാങ്ങാം. അത് നിങ്ങളുടെ എന്താണ് ചോയ്സ് ആണ്. ഇത്തരം സാഹചര്യങ്ങളിൽ മാത്രമേ എന്തായിട്ട് പരിഗണിക്കുകയുള്ളൂ? നിങ്ങൾ ഒരു കൺസ്യൂമർ ആയിട്ട് പരിഗണിക്കുകയുള്ളൂ. നിങ്ങൾ മറ്റേ പരസ്യം കേട്ടിട്ടില്ലേ? ഉണരൂ ഉപഭോക്താവേ ഉണരൂ. അത് ഈ നിയമത്തിന്റെ പരസ്യമാണ് കേട്ടോ. ഉണരൂ ഉപഭോക്താവേ ഉണരൂ. ആ പരസ്യം മിക്ക ആളുകൾ കേട്ടിട്ടുണ്ടാവും. കേൾക്കുമ്പോൾ പലപ്പോഴും ഞാൻ ആ പരസ്യം എന്താണെന്ന് ഞാൻ സത്യം ഞാൻ ഇത് പഠിപ്പിക്കാൻ വേണ്ടി പഠിച്ചപ്പോഴാണ് ഈ പരസ്യം പറയുന്നത് ഇത്രയും വേണ്ട കാര്യങ്ങളെ കുറിച്ചാണല്ലേ ഈ പരസ്യം പറയുന്നത് എന്ന്. ഉണരൂ ഉപഭോക്താവേ ഉണരൂ. പക്ഷെ അത് ഭയങ്കര വലിയൊരു നിയമത്തിന്റെ പരസ്യമാണ്. നമുക്കത് കേൾക്കുമ്പോൾ പക്ഷെ എന്ത് വരും? ചിരി വരും. നമ്മൾ ഒരു ആസ് എ കൺസ്യൂമർ നമുക്കുള്ള എന്തോരം റേറ്റുകളെ കുറിച്ചാണ് ആ നിയമം പറയുന്നത് എന്നുള്ളത് നമ്മൾ ഇത് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. ഒരു സാധനം വാങ്ങുമ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആസ് എ കൺസ്യൂമർ ഞാനൊരു സാധനം വാങ്ങിച്ചാൽ എനിക്ക് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എനിക്ക് ഇത്രയും നിയമപരമായിട്ടുള്ള സംരക്ഷണം ഗവൺമെന്റ് എനിക്ക് തരുന്നുണ്ടല്ലേ എന്ന് എനിക്ക് മനസ്സിലായത് ഞാനിത് നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങിയപ്പോഴാണ്. നോക്കുക, അടുത്തത് ഉപഭോക്തൃ അവകാശങ്ങൾ. എന്തൊക്കെ അവകാശങ്ങളാണ് ഒരു ഉപഭോക്താവിന് ഉള്ളത് എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. നോക്കുക, സുരക്ഷിതത്വത്തിനുള്ള അവകാശം. ഈ സുരക്ഷിതത്വത്തിനുള്ള അവകാശം എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഒരു വ്യക്തിയുടെ ജീവനും സ്വത്തിനും അപകടകരമാകുന്ന എന്താണ് വസ്തുക്കളുടെ വിൽപ്പനയോ അല്ലെങ്കിൽ അതിന്റെ സാധനമൊക്കെ എന്താണ് വിൽപ്പന തടയുന്നതിനൊക്കെ ആയിട്ട് ആർക്ക് അവകാശമുണ്ട്? ഒരു കൺസ്യൂമർക്ക് അവകാശമുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? സുരക്ഷിതത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അറിയുവാനുള്ള അവകാശം. എന്താണ്? അറിയുവാനുള്ള അവകാശം. എന്തിനെ കുറിച്ച് അറിയാനുള്ള അവകാശം? നിങ്ങൾ വാങ്ങുന്ന പ്രൊഡക്റ്റ്, അതിന്റെ ഗുണനിലവാരം, അതിൽ എന്തൊക്കെ കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ട്, പിന്നെ എന്താണ് അതിന്റെ പരിശുദ്ധി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എന്താണ് അറിയുവാനുള്ള അവകാശം നമുക്കുണ്ട്. നിങ്ങൾ എല്ലാ പ്രൊഡക്റ്റിന്റെയും പുറകിൽ എടുത്തു നോക്കിയാൽ അതിൽ എന്തൊക്കെ കണ്ടന്റുകൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ എന്താണ് ഒരു ലെൻസ് ഒക്കെ എടുത്തൊന്ന് നോക്കേണ്ടി വരും എന്നുള്ള ചില പ്രശ്നങ്ങൾ ചില പ്രൊഡക്റ്റുകളിൽ ഉണ്ടാകും എന്നുമാണ്. അതായത് നമ്മൾ ആരും വായിച്ചു നോക്കാറില്ല, സത്യസന്ധമായ വസ്തുതയാണ്. പ്രൊഡക്റ്റ് വായിച്ചു നോക്കിയാൽ പല പ്രൊഡക്റ്റും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പല പ്രൊഡക്റ്റുകളും വായിച്ചാൽ പിന്നെ നമ്മൾ അത് ഉപയോഗിക്കില്ല. അതിൽ ഉപയോഗിച്ച കണ്ടന്റുകളെ കുറിച്ച് നമ്മളൊന്ന് റിസർച്ച് നടത്തിയാൽ പിന്നെ ആ വസ്തു നമ്മളെ വീടിന്റെ അടുക്കളയിലേക്ക് നമ്മൾ കയറ്റില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിനുണ്ട്. അതായത് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സെർലാക്ക് എന്ന് പറയുന്ന സാധനം, സെർലാക്ക് എന്ന് പറയുന്ന സാധനം, ആ സാധനത്തിൽ 30-35% മുകളിൽ എന്താണെന്നറിയോ? ഷുഗർ കണ്ടന്റ് ആണ്. മലയാളത്തിൽ ഒരു ഇൻസ്റ്റഗ്രാം ചാനലുണ്ട്, സത്യന്വേഷണി എന്നാണ് ആ ചാനലിന്റെ പേര്. പക്ഷെ ആ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തമിഴിൽ ഒരു ചാനൽ ഉണ്ടായിരുന്നു. ഞാൻ ആ ചാനലാണ് ആദ്യമായിട്ടത് കാണുന്നത്. ഞാനപ്പോ ആലോചിച്ചു, ഇത് കൊള്ളാലോ, ഈ പരിപാടി മലയാളത്തിൽ തുടങ്ങിയാൽ അത്യാവശ്യം വിജയം ആകുന്ന ഒരു ഇൻസ്റ്റഗ്രാം റീൽസ് ചാനലാണെന്ന് ഞാൻ ആലോചിച്ചു. ഒരാഴ്ചക്കുള്ളിൽ പുതിയൊരു മലയാളം ചാനൽ വന്നു. അത് തമിഴിൽ ഒരു പുള്ളി വളരെ ഇതായിട്ട് നടത്തിക്കൊണ്ടുവന്നിരുന്നു. ഇതുപോലെ സെയിം തന്നെ അത് തന്നെയാണ് ഇവിടെ മലയാളത്തിൽ ആ സത്യന്വേഷണി എന്ന് പറയുന്ന ആ ചാനൽ ചെയ്യുന്നത്. പക്ഷെ നല്ല കാര്യമാണ് കേട്ടോ, വളരെ നല്ല കാര്യമാണ്. ഈ കുട്ടികളുടെ പ്രൊഡക്റ്റിൽ പറഞ്ഞത് ഇതാണ് പ്രശ്നം, 30% ഷുഗർ കണ്ടന്റ് ആണ് കുട്ടികൾക്ക് വേണ്ടി. ഒരു കൊച്ചുകുട്ടിക്ക് അത്രയും ഷുഗറിന്റെ ആവശ്യമൊന്നുമില്ല.
കുട്ടികൾ ഡയബറ്റീസ് ഒക്കെ ആയി മാറുന്നതിന് പിന്നിൽ പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള കാര്യം. പക്ഷെ എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്റെ കൊച്ചിന് കുറെ കാലം ഈ സാധനം വാങ്ങിച്ചു കൊടുത്തിരുന്നു. പക്ഷെ ഇനി ഞാൻ ജന്മത്തിൽ സാധനം വാങ്ങിച്ചു കൊടുക്കില്ല. ഇനി ആ സാധനം ജന്മത്തിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കില്ല. കാരണം ഞാൻ പോലും അത് വായിച്ചു നോക്കാറില്ല എന്നുള്ളതാണ്. എന്റെ കുട്ടിക്ക് കൊടുക്കുന്ന സാധനം ഞാനൊന്നും എടുത്ത് തിരിച്ചു വായിച്ചു നോക്കിയിട്ടില്ല. ആൾക്കാർ പറയുന്നു കൊള്ളാം, കുട്ടി കഴിക്കുന്നുണ്ട്, കുട്ടി കഴിക്കും. ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള സാധനം, മനുഷ്യർക്ക് ഈ ഷുഗർ എന്ന് പറയുന്ന സാധനത്തിനോട് ഒരു ആസക്തി ഉണ്ട്. കുട്ടികൾക്ക് ഇത് കൊടുത്താൽ കുട്ടികൾ ലാവിഷായിട്ട് കഴിക്കും. വേറെ ചിലപ്പോൾ അമൃതം പൊടിയൊക്കെ കലക്കി കൊടുത്താൽ കുട്ടി കഴിക്കൂല, പക്ഷെ ഇത് കഴിക്കും. എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ഷുഗർ കണ്ടന്റ് ആണ് കുട്ടി എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് ആകർഷിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. ഇനി ഞാൻ ആലോചിച്ചു, ഇനി ആ സാധനം വീടിന്റെ കോമ്പൗണ്ടിൽ പോലും ഞാൻ കേട്ടില്ല എന്നുള്ള തീരുമാനിച്ചു. അപ്പൊ ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് എന്താണ് അറിയുവാനുള്ള അവകാശം എന്ന് പറയുന്നത്. പിന്നെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, നമുക്ക് ഇഷ്ടമുള്ള സാധനം തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം. പിന്നെ എന്താണ്, കേൾക്കുന്നതിനും ഉറപ്പു നൽകുന്നതിനും അർഹമായിട്ടുള്ള പരിഗണന ലഭിക്കുന്നതിനും. ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് സാധനങ്ങൾ വിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം, കേൾക്കുവാനായിട്ട് തയ്യാറായേ പറ്റൂ. അതിനുള്ള അവകാശം ആസ് എ കൺസ്യൂമർ നമുക്കുണ്ട്. അടുത്തത് പരിഹാരം തേടുന്നതിനുള്ള അവകാശം. കാരണം ഇത്തരത്തിലുള്ള ചതികൾ നമുക്ക് പറ്റിയാൽ നമുക്ക് എന്താണ്, നമുക്ക് ഈ പറയുന്ന പരിഹാരങ്ങൾ തേടുന്നതിനുള്ള കൺസ്യൂമർ കോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള അവകാശവും ആർക്കുണ്ട്, കൺസ്യൂമർക്ക് ഉണ്ട്. അപ്പോ ഈ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഒക്കെ ഇപ്പോ ഈ സെർലാക്കിനെതിരെ നടപടി സ്വീകരിച്ചു. പക്ഷെ ഇതുപോലത്തെ ഒരുപാട് പ്രൊഡക്റ്റുകൾ വിപണിയിലുണ്ട്. ഇത് വിവാദമാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയൊക്കെ ഇതിന്റെ അകത്ത് ഇടപെടുക. അതുവരെ ഇവരൊന്നും മിണ്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതൊക്കെ ഇവിടെ മാത്രമുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഈ മൂന്നാംകിട രാജ്യങ്ങളിലാണ് ഈ പറയുന്ന ആളുകൾ ഈ പ്രൊഡക്റ്റുകൾ വളരെ മോശം ക്വാളിറ്റിയിൽ വിൽക്കുന്നത്. നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്ന രാജ്യങ്ങളിൽ ഇവരൊക്കെ അതിനളവിൽ തന്നെയാണ്, ഇവരൊക്കെ അവിടെയും സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. കറക്റ്റ് ആവശ്യമായിട്ടുള്ള അളവിൽ തന്നെയാണ് അവിടെ സാധനങ്ങൾ കൊടുക്കുക. ഇല്ലെങ്കിൽ അവരെടുത്തത് തോട്ടിക്കളയും. നമ്മുടെ രാജ്യത്ത് ഇതൊന്നും നോക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യാം, അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടത്താം. ഇത് കൃത്യമായി പാലിക്കുന്ന ഒരു രാജ്യത്തും ഇവരിത് ചെയ്യില്ല, ഒരു സംശയവും വേണ്ട. നമ്മളെ പോലെയുള്ള പാവപ്പെട്ട രാജ്യങ്ങളിലാണ് ഇവന്മാരൊക്കെ ഈ വന്നിട്ട് ഇത്തരം തോന്നിവാസങ്ങൾ ഈ മൾട്ടിനാഷണൽ കമ്പനികൾ ചെയ്യുന്നത്. ഇത് കൃത്യമായി പരിപാലിക്കുന്ന എന്താണ് രാജ്യങ്ങളിൽ ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൃത്യമായി പരിപാലിക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അവരുടെ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഇത് നോക്കും. നോക്കിയിട്ട് ഇത് ശരിയല്ല, അവരുടെ കുട്ടികൾക്ക് പ്രശ്നമാണെങ്കിൽ അവരുടെ തൂട്ടിക്കളയും. മനസ്സിലായോ? ആ വ്യത്യാസമുണ്ട്. ഇനി ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം, അതാണ് ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങളും ഇതിനെക്കുറിച്ച് അവബോധരായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ സാധനം നിങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ്, നമ്മൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല വാങ്ങിയോ അറിയാമായിരുന്നു? ഇല്ല. ഇത് പഠിക്കുക എന്ന് മാത്രമുള്ളതല്ല കേട്ടോ, നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുക എന്നുള്ളത് കൂടിയാണ് എന്തെന്ന് പറയുന്നത്. ഇതിന്റെ ഈ സിലബസ് എന്താണ് നമ്മളുടെ പഠന ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അറിഞ്ഞിരിക്കണം ഇതൊക്കെ. ഈ ഉപഭോക്തൃ അവകാശങ്ങളെ കുറിച്ച് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 2 സബ് ക്ലോസ് 9 ഇനി ആരാണ് ഒരു പരാതിക്കാരൻ, കംപ്ലൈനന്റ്? ആരാണ് ഒരു പരാതിക്കാരൻ എന്നുള്ളതിന്റെ നിർവചനമാണ്. സ്വാഭാവികമായിട്ടും എന്താണ്, കൺസ്യൂമർ. ഒരു ഉപഭോക്താവ് എന്താണ്, ഒരു ഉപഭോക്താവ് ഒരു പരാതിക്കാരനാണ്. ഇനി ഓരോ താല്പര്യമുള്ള നിരവധി ഉപഭോക്താക്കൾ ഒന്നിച്ചോ അല്ലാതെയോ, ഓരോ താല്പര്യമുള്ള ഒരു ഉപഭോക്താക്കൾ എന്താണ് ഒരുമിച്ചോ അല്ലാതെയോ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ കുറെ ആളുകൾ എന്താണ് പല സ്ഥലങ്ങളിലായിട്ട് ഒരു ഓയിൽമെന്റോ അല്ലെങ്കിൽ ഒരു ഫെയർനെസ് ക്രീമോ വാങ്ങിച്ചു പുരട്ടി, പക്ഷെ നമ്മളുടെ മുഖത്ത് എന്ത് പറ്റി, പാണ്ട് പിടിച്ചു. അപ്പോ വേണമെങ്കിൽ നമുക്ക് സിംഗിൾ ആയിട്ട് പോകും, പക്ഷെ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ശക്തി കൂടുതലായിരിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരേ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ എന്ത് ചെയ്യും, ഒരുമിച്ച് യോജിപ്പിച്ചുകൊണ്ട് ഒന്നിച്ച് മുന്നോട്ട് പോകും. അതാണ് അവിടെ പറയുന്നത് എന്താണ്, ഒരേ താല്പര്യമുള്ള നിരവധി ഉപഭോക്താക്കൾ ഒന്നിച്ചു അല്ലാതെയോ. ഇനി ഉപഭോക്താവ് മരിച്ചു പോവുകയാണെങ്കിൽ എന്താണ്, അദ്ദേഹത്തിന്റെ നിയമപരമായിട്ടുള്ള അവകാശികൾ. എന്താണ്, ഉപഭോക്താവ് മരിച്ചു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നിയമപരമായിട്ടുള്ള അവകാശികൾ. അതായത് ഇപ്പൊ ഭർത്താവാണ് മരിക്കുന്നതെങ്കിൽ ഭാര്യ മക്കൾ, ഭാര്യയാണ് മരിക്കുന്നതെങ്കിൽ എന്താണ് ഭർത്താവ് മക്കൾ, അങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള അവകാശികൾ. അവർക്കും എന്തിനു പോകാം, പരാതിക്കാരനാകാൻ കഴിയും. ഇനി ഉപഭോക്താവ് പ്രായപൂർത്തിയായ ആളല്ല എങ്കിൽ എന്താണ്, മാതാപിതാക്കൾക്കോ നിയമപരമായിട്ടുള്ള രക്ഷിതാക്കൾക്കോ
എന്താണ് മാതാപിതാക്കൾക്കോ നിയമപരമായിട്ടുള്ള രക്ഷിതാക്കൾക്കോ. ഇപ്പോ കുട്ടിക്ക് 12 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ 10 വയസ്സുള്ള കുട്ടി എന്താണ് മിഠായി വാങ്ങിക്കുന്നു, തിന്നുന്നു, കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവിടെ കുട്ടിക്ക് വരാൻ എന്താണ്, കുട്ടിക്ക് എന്താണ് ലീഗൽ ഏജ് ആയിട്ടില്ലാത്തതുകൊണ്ട് കുട്ടിക്ക് പരാതിയായിട്ട് പോകാൻ പറ്റില്ല. പക്ഷെ അവിടെ ആർക്ക് പരാതിയുമായി പോവാം? മാതാപിതാക്കൾക്ക് പോകാം. ഇനി മാതാപിതാക്കളില്ലാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ടും എന്തുണ്ടാകും? അവർക്ക് നിർബന്ധമായിട്ടും ഒരു നിയമപരമായിട്ടുള്ള രക്ഷിതാവ് ഉണ്ടാകും. ആ രക്ഷിതാവിന് എന്ത് ചെയ്യാൻ പറ്റും? പോകാനായിട്ട് കഴിയും. ഇനി ഇവർക്ക് മാത്രമല്ല, നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉപഭോക്താക്കളുടെ സന്നദ്ധ സംഘടനകൾ, NGOs, വെറും കടലാസ സംഘടനകളല്ല, എന്താണ് നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടനകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അടുത്തത് എന്താണ്? കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് വേണമെങ്കിൽ പരാതിക്കാരനാകാം. പിന്നെ എന്താണ്? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിക്കും എന്തായിട്ട് മാറാം? പരാതിക്കാരനായിട്ട് മാറാം. ഇത്രയും ആളുകളാണ് എന്തെന്ന് പറയുന്നത്? പരാതിക്കാർ എന്ന് പറയുന്നത്. ഇനി പരാതി നൽകേണ്ട കാലാവധി. അപ്പോ ഇതാണ് പ്രധാനപ്പെട്ട നിർവചനങ്ങൾ. എന്തൊക്കെയാണ്? ഒന്ന്, ആരാണ് ഉപഭോക്താവ് എന്ന് അധ്യായം 1 നിർവചിക്കുന്നു. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ, കൺസ്യൂമേഴ്സ് റൈറ്റ്സ് എന്താണെന്ന് അധ്യായം 1 വിശദീകരിക്കുന്നു. സെക്ഷൻ 2 സബ് ക്ലോസ് 9 ആരാണ് പരാതിക്കാരൻ എന്ന് എന്ത് ചെയ്യുന്നു? ഡിഫൈൻ ചെയ്യുന്നു അധ്യായം 1 തന്നെ. പരാതി നൽകേണ്ട കാലാവധി എന്നുള്ളത് പരാതിക്ക് കാരണമായിട്ടുള്ള നിയമലംഘനം ഉണ്ടായ തീയതി മുതൽ 2 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം? പരാതി നൽകിയിരിക്കണം. ഇതാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ക്ലാസ് ആണ് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ കുറിച്ച്. ഇനി കൂടുതലായിട്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ എന്താണ് അടുത്ത ക്ലാസ്സുകളിൽ എന്താണ് തീർച്ചയായിട്ടും പഠിക്കും. ഇപ്പോ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ ഇവിടെ വെച്ചിട്ട് എന്താണ് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.